ഹലോ, വിഷു ഒക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കണ്ടാലോ? എല്ലാവരെയും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, ഇത് 3 ദിവസത്തെ വീഡിയോ ഉണ്ട്. എല്ലാം കുറച്ച് കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളീ പോണത് എൻ്റെ ഹസ്ബൻഡിന് ഒരു കണ്ണാട മേടിച്ച് കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. കണ്ണാട മേടിക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നക്ഷമോനും അമ്മയ്ക്കൊക്കെ കരിമ്പിൻ ജ്യൂസും മേടിച്ചിട്ടാണ് വന്നത്. അവർ അച്ഛൻ്റെ ഷോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മുടെ ചങ്ങരംകുളം എടപ്പാൾ റോഡിന് കൊശമറ്റം ഫിനാൻസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ അച്ഛൻ്റെ ഷോപ്പ് വരുന്നത്. കൽഹാര ഫാഷൻ ബ്യൂട്ടിക്ക് എന്നാണ്. എല്ലാവിധ കസ്റ്റമൈസേഷനും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബ്രൈഡൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാനും അഞ്ചും കൂടിയിട്ട് ഞങ്ങളുടേതായ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ട് ഒരുപാട് ഷോപ്പിലൊക്കെ പോകാനുണ്ട്. ഷോപ്പിലൊക്കെ പോയി ഒരു 3/4 ഭാഗം മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ ഓർമ്മ വന്നത്. കണ്ടില്ലേ, ഇത്രയധികം മേടിച്ചിട്ട് അവസാനം നമ്മുടെ തറവാട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിതാ നമ്മുടെ ഫോറം സെൻറ്ററിലെ ഈസി ബൈയിലാട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുക്കണം. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് പിള്ളേർക്ക് നല്ല കാഷ്വൽ വെയേഴ്സൊക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടും. അതും കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടി വീണ്ടും പോയിട്ടോ. ഇന്ന് മെയിനായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും വക നക്ഷമോനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. ആദ്യത്തെ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ ഇതാണ് ഇട്ടിട്ട് നോക്കി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിലും അവനത് ഇടുമ്പോൾ കയറാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്കൊക്കെ എന്തോരം കളക്ഷൻസ് അല്ലേ? കണ്ടില്ലേ, ഈ ആൺകുട്ടികൾക്കാണെങ്കിൽ ആകെ ഇത്രയേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു. ആ ഷോപ്പിൽ കയറിയപ്പോഴും പെൺകുട്ടികൾക്ക് വിഷുവിൻ്റെയൊക്കെ പറ്റിയ ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഈ കിടക്കുന്ന ഈ ഡ്രസ്സ് കണ്ടോ? ഈ ഒരു ഡ്രസ്സ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഓണത്തിന് നക്ഷമോന് ഇവിടുന്ന് വാങ്ങിയത്. പക്ഷെ അവിടെ നമ്മൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും നമുക്കൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ നേരത്തെ പോയ ഷോപ്പിൽ തന്നെ ഒരു ഡ്രസ്സ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ഡ്രസ്സ് മേടിക്കുകയാണ് ചെയ്തത്. ഇത് എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ആ ഡ്രസ്സ് മേടിച്ചിട്ട് ചെറിയ ഓൾട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു. അതിന് മുന്നായിട്ട് നമ്മൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് ചെന്നത് നമ്മുടെ നറുനീണ്ടി സ്പെഷ്യൽ സർബത്തില്ലേ, അവിടേക്ക് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അടിപൊളി സർബത്താണ്. ഞങ്ങൾ വീണ്ടും ഇപ്പോൾ അത് അവിടേക്ക് വന്നു. 20 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ചൂടിൽ നല്ല റീഫ്രഷ്മെൻ്റ് ആവാൻ പറ്റും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. നമ്മുടെ നക്ഷമോനൊക്കെ കുടിക്കുന്ന നോക്ക് നിങ്ങൾ, അവനും നിർത്താതെയായിരുന്നു കുടിച്ചിരുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ശരിക്കൊരു തണുത്ത പായസം കുടിക്കുന്ന ഒരു എഫക്റ്റാണ് അതിൻ്റെ ഇടയിൽ ആ കസ്കസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ കിട്ടുന്നത്. അതിങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. അത് കുടിച്ചതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വലി നമ്മുടെ അച്ഛൻ്റെ കടയിൽ പോയി. ചങ്ങരംകുളം വന്നാൽ നമുക്ക് ഇവിടെ കയറാതെ പോകാൻ പറ്റില്ല. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിഷുവിൻ്റെ തിരക്കായത് കാരണം പുതിയ ഓർഡേഴ്സും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. എന്നാൽ എല്ലാവിധ കസ്റ്റമൈസേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ഞാൻ പറയുന്നു, ബ്രൈഡലിനുള്ള ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഒതുങ്ങിയിരിക്കാതെ നമുക്ക് ഇവിടെ വന്ന് ഒതുങ്ങിയിരിക്കുക. കണ്ടില്ല, അവൻ്റേതായ പരിപാടീസിൽ ആണ് കേട്ടോ. അത് തുറക്കുന്നു, ഇത് തുറക്കുന്നു, അത് വലിച്ചിടുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓൾട്രേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനോട് യാത്ര പറയണം. ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണിത്. അങ്ങനെ അച്ഛനും ഉമ്മയും കൊടുക്കലും ടാറ്റ പറച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഓക്കെ.